അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ പുതിയൊരു ബാച്ച് മാസ്റ്റർ അക്കാഡമി ആരംഭിക്കാൻ വേണ്ടി പോവാണ് നവംബർ 5-ാം തീയതി. നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ നമ്മൾ ഇതിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. കാരണം നമുക്ക് കുറച്ച് അഡ്വാൻസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നേ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ കാണും, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അതിൽ എന്തൊക്കെയാണ് മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു, റാങ്ക് ലിസ്റ്റ് എങ്ങനെയായിരുന്നു, എത്ര പേർക്ക് അഡ്വൈസ് പോയി, എത്ര പേർ ലിസ്റ്റിലുണ്ടായിരുന്നു, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം മാറും. നമുക്ക് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. നോക്കാം. നമ്മൾ പഴയ നോട്ടിഫിക്കേഷൻ പറയുകയാണ്. പഴയ നോട്ടിഫിക്കേഷൻ ആണ്, പുതിയതല്ല. നോക്കാം. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് വന്നത് 1/2/2023. 2023 ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. കാറ്റഗറി നമ്പർ 659/2022. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസിലേക്ക് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2. ശമ്പളം 56,500 മുതൽ 1,18,100 വരെ. ആന്റിസിപ്പൽ വേക്കൻസി ആയിരുന്നു. ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 22 മുതൽ 36 വരെ. നിങ്ങൾക്ക് ആവശ്യമായ റിലാക്സേഷൻ നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ച് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫിക്കേഷൻ ആണ്. ശ്രദ്ധിക്കാം. ഡിഗ്രി ഇൻ ലോ കൺഫേർഡ് ഫോർ റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഇൻ ലോ കേരള. അതായത് LLB ഡിഗ്രി വേണം. ഒപ്പം തന്നെ മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ബാർ കൗൺസിൽ അംഗമായിരിക്കണം. ആൻഡ് മസ്റ്റ് ഹാവ് നോട്ട് ലെസ് ദാൻ 3 years ഓഫ് ആക്റ്റീവ് പ്രാക്ടീസ് ഇൻ ക്രിമിനൽ കോർട്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ LLB വേണം, നിങ്ങൾ ബാർ അസോസിയേഷൻ ഉണ്ടായിരിക്കും, മെമ്പർ ആയിരിക്കണം. പിന്നെ എന്താണ്? ക്രിമിനൽ കോർട്ടിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു 3 ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി പലരുടെയും കാര്യമുണ്ട്, സാറേ ഞങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയാളുടെ മാർക്ക് എത്രയാണ്, 1-ാം റാങ്കുകാരന്റെ മാർക്ക് എത്രയാണ് പറഞ്ഞു തരാം. അതാണ്ടേ ഗോകുൽ കൃഷ്ണനാണ് 1-ാം റാങ്ക് കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് 65.33 ആണ്. ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്, മനസ്സിലാക്കിക്കൊള്ളുക. 2-ാം റാങ്കുകാരന്റെ കാർത്തികയാണ്. അത് ഒട്ടും വലിയ മാർക്ക് വ്യത്യാസമൊന്നുമില്ല, 64 മാർക്കുണ്ട്. ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വ്യത്യാസം എത്രയാണ്? 0.33 ആണ്, മനസ്സിലാക്കിക്കൊള്ളുക. ഇന്റർവ്യൂ ഉൾപ്പെടെയായിട്ടുള്ള കോഴ്സാണിത്. അപ്പൊ 1-ാം റാങ്ക്, ചില കുട്ടികളുടെ ആവേശമുണ്ട്, സാറേ ഇതിന് 1-ാം റാങ്ക് എത്ര മാർക്കാണ്? കാരണം എനിക്ക് 1-ാം റാങ്ക് വാങ്ങണമെങ്കിൽ ഏത് റേഞ്ച് പഠിക്കണം? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഓരോ വർഷവും കട്ട് ഓഫ് മാർക്ക് മാറിക്കൊണ്ടിരിക്കും. എനിക്കിന്ന് പണ്ടൊന്നും നല്ല രീതിയിലുള്ള കോച്ചിങ് സെന്ററുകളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഉയരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ കുറെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി, അതുകൊണ്ട് മനസ്സിലാക്കണം. പണ്ടത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെ ഇപ്പോഴത്തെ പാറ്റേൺ. ഓക്കെ. അപ്പൊ 1-ാം റാങ്കുകാരുടെ മാർക്ക് എത്രയാണ്? 65.33. ഇനി അടുത്ത് നോക്കാം. എത്ര പേര് ലിസ്റ്റ് ആയിരുന്നു? 85 പേര് ലിസ്റ്റ് ആയിരുന്നു. കട്ട് ഓഫ് മാർക്ക് 50.67. അപ്പൊ നോക്കിയേ, 1-ാം റാങ്കുകാരന്റെ മാർക്ക് 65.33. 85 പേർ ലിസ്റ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത്, അതായത് കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 50.67 ആണ്. ഏകദേശം കട്ട് ഓഫിനേക്കാളും 15 മാർക്കോളം അധികം എന്നാക്കാണ് 1-ാം റാങ്ക് കിട്ടിയത്. ഓക്കെ. അപ്പൊ കൺഫ്യൂഷൻ മാറിക്കാണും. ഫസ്റ്റ് റാങ്ക് കിട്ടിയുടെ മാർക്ക് കിട്ടി, എത്ര പേർ ലിസ്റ്റ് ഉണ്ടത്? 85 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്കും കിട്ടി എത്രയാണ്? 50.67. ഇനി അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിസ്റ്റ് വന്നാൽ പോരല്ലോ, ജോലി കിട്ടുണ്ടായോ? എത്ര പേർക്ക് അഡ്വൈസ് പോയി? 21 പേർക്ക്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 21. അത് ഓപ്പൺ കാറ്റഗറി എത്രയാണ്? 11. ഈഴവ എത്രയാണ്? 15. SC പോയിട്ടില്ല. ST ആണെങ്കിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ 3 പേരെ എടുത്തു. മുസ്ലിം 47-ാം റാങ്ക് വരെ. മനസ്സിലാക്കണം, മുസ്ലിം കാറ്റഗറി മനസ്സിലാക്കണം. ആകെ 21 പേരെ എടുത്തിട്ടുള്ളൂ. അതിൽ മുസ്ലിം റാങ്ക് എവിടെ വരെ പോയി? 47 വരെ പോയി. ലാറ്റിൻ കത്തലിക് ഓപ്പൺ കാറ്റഗറി വരെ ഉള്ളൂ. OBCയും എന്താണ് അപ് ടു ഓപ്പൺ കാറ്റഗറി. വിശ്വകർമ്മ 35 വരെ പോയി. SCUC നാടകമൊന്നും എടുത്തിട്ടില്ല. ബാക്കി അങ്ങോട്ട് എടുത്ത്. EWS 13 വരെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EWS 13-ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അഡ്വൈസ് ലിസ്റ്റ്. ഈ 25-21 അഡ്വൈസ് പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. കാര്യം 1-2 ആയിരങ്ങളും 10,000ങ്ങളൊക്കെ മത്സരിക്കുന്ന കാലത്താണ് 21 അഡ്വൈസ് പോയേക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം സിലബസ് എന്തായിരുന്നു എന്ന്. 80 മാർക്കിന് ലോ റിലേറ്റഡ് ആയിരുന്നു. 80 മാർക്കിന് 10 മാർക്കിന് GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസും 10 മാർക്കിന് എന്താണ് ഞാൻ ഇംഗ്ലീഷുമായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തൊക്കെ പഠിക്കണം. 80 മാർക്കിന് ലോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഞങ്ങൾ പഠിപ്പിച്ച് തുടങ്ങാൻ പോവുകയാണ്. 10 മാർക്കിന് എന്താണ്? GK പാർട്ട് പഠിക്കണം. 10 മാർക്കിന് ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങനെയാണ് 100 മാർക്ക് വന്നേക്കുന്നത്.
കഴിഞ്ഞ തവണ 85 പേർ ലിസ്റ്റ് ആയിരുന്നു. കട്ട് ഓഫ് മാർക്ക് 50 സംതിങ് ആയിരുന്നു. ഒന്നാം റാങ്ക് കിട്ടിയുടെ മാർക്ക് എത്രയാണ്? 65 സംതിങ് ആയിരുന്നു. 21 പേർക്ക് അഡ്വൈസ് പോയി. നിങ്ങൾക്ക് അറിയേണ്ട ബേസിക്കൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു. നമ്മുടെ പുതിയ ബാച്ച് ഈ മാസം 5-ാം തീയതി നവംബർ മാസം 5-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. നന്നായി പഠിക്കാൻ, ആദ്യം മുതൽ പഠിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക. നന്നായി പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.